അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റിയാദുസ് സാലിഹീൻ ഹദീസ് ക്ലാസ് 51-ാമത്തെ ബാബ്, ബാബുർ റജാ, അള്ളാഹുടെ റഹ്മത്തിനെ ആഗ്രഹിക്കുക എന്നുള്ളത്. അതിൽ ഒരു ഹദീസ് ഞങ്ങൾ വിശദീകരിച്ചിട്ടായിട്ട് ഇതിൻ്റെ 2-ാമത്തെ ഹദീസായിട്ട് ഹദീസ് നമ്പർ 413. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആലയുടെ റഹ്മത്തിനെ തൊട്ട് ആശ മുറിയുക തീരാം. അള്ളാഹു അവൻ്റെ റഹ്മത്ത് കൊണ്ട് രക്ഷപ്പെടുത്തു എന്നൊരു ആഗ്രഹം അവൻ്റെ മനസ്സിൽ വേണം. അതേപോലെ അള്ളാഹുടെ പേടിയും വേണം. ഇത് രണ്ടും കൂടി വേണം എന്നൊക്കെ ഞങ്ങൾ മുന്നിൽ വിശദീകരിച്ചതായിട്ട്. ഇപ്പൊ ഇന്നത്തെ ഹദീസ് അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല ആ അള്ളാഹു അടിമകളായ ഞങ്ങളൊട്ട് വല്ലാത്ത കരുണയുള്ള വല്ലാത്ത റഹ്മത്ത് ചെയ്യണം. എവിടത്തോളം ചെന്നെങ്കിൽ ഞങ്ങൾ അവൻ്റെ മുട്ട തെല്ലാവുമ്പത്തു അവൻ ഞങ്ങളുടെ മുട്ട ചുമ അടുക്കുക. ഞങ്ങൾ ചെറിയ ഇബാദത്ത് കൊണ്ട് അള്ളാഹുടെ കൊല്ല അടുക്കുമ്പോൾ അവനവൻ്റെ റഹ്മത്ത് കൊണ്ട് ഇപ്പറ ചുമ മുട്ടാവുക. അള്ളാഹു മുട്ടാവുക എന്നതിനർത്ഥം അള്ളാഹു ദൂറാവുക എന്നതിനർത്ഥം ഈ സാധാരണ ഈ ഞങ്ങളെക്കാണ്ട് ഈ ദൂറാകൽ എന്നുള്ളതല്ല. അതായത് അള്ളാഹു കൂടുതൽ റഹ്മത്ത് ചെയ്ത എന്നുള്ളതാണ്. അപ്പോൾ ഒരു മനുഷ്യൻ കുറെ ദോഷങ്ങൾ ചെയ്തു എന്നിട്ട് അള്ളാഹുടെ കൊല്ല തോപ ചെയ്തെങ്കിൽ അള്ളാഹു തോപ സ്വീകരിക്കണ്ടിക്കില്ല. അതിന് നിയമല്ല പാലനാക്കി ശരിയായി ഒന്ന് തോപ ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു ആ തോപടിയും സ്വീകരിക്കുക. അള്ളാഹ് റെഡി. അപ്പൊ അടിമുലട്ട് അത്രയും കൃപയുള്ളവൻ കരുണയുള്ളവൻ എന്ന് വിശദീകരിക്കുന്ന ബാബായിട്ട് ഈ ബാബ്. മാത്രമല്ല, ഒരു നല്ലത് ചെയ്തെങ്കിൽ അള്ളാഹു താല അതിക്ക് 10 പ്രതിഫല എപ്പോഴും കൊടുക്കരുത്. മൻജാ അബിൽ ഹസനത്തി ഫലഹു അശ്റു അംസാലിഹ, ഖുർആൻ അത് ചൊന്നിട്ടുണ്ട്. തെറ്റായ കാര്യങ്ങൾ ചെയ്തെങ്കിലോ ഒന്ന് അള്ളാഹു 10 ശിക്ഷ കൊടുക്കില്ല. നല്ലത് ചെയ്തെങ്കിലോ കൊറോടിയും ചൊല്ലത് 1 അത് 700 ജാസ്തിയാവും. റമദാനിലൊക്കെ അത് കൂടുതലുമുണ്ട്. അപ്പൊ എപ്പോഴത്തുള്ളത് 1 തന്നെ അള്ളാഹു ഹസനത്ത് കൊടുക്കുക എന്നുള്ളത്. അപ്പൊ ഇത് അള്ളാഹുടെ ഒരു റഹ്മത്തായിരിക്കുന്നത്. നിങ്ങളൊക്കെ തെറ്റ് ചെയ്തവിടെ അങ്ങനെയില്ല. നല്ലത് ചെയ്തവിടെ അത് 10 അള്ളാഹു നിർത്തുന്നും ഇല്ല. അപ്പൊ അള്ളാഹുടെ റഹ്മത്തിനെ ഞങ്ങൾ ആഗ്രഹിക്കണം. ആശമുറിയുക തീറ തൗബ ചെയ്ത് മടങ്ങുള്ള തീർവെല്ലാം ഉണ്ട് എന്നൊക്കെ വിശദീകരിക്കടെ ഹദീസായിട്ട് ഇൻഷാ അല്ലാഹ് ഹദീസ് നമുക്ക് പ്രവേശിക്കാം. ചാനൽക്ക് പുതിയ അല്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ആക്കുക. ലിങ്ക് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാം. وعن أبي ذر رضي الله عنه قال, അബൂ ദർ റളിയല്ലാഹു അൻഹു ചൊല്ലുന്നു, قال النبي صلى الله عليه وسلم يقول, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നു, യഖൂലുല്ലാഹു അസ്സ വജല്ല, നബി തങ്ങൾ ചൊല്ലുന്നു, അല്ലാഹു തആല ചൊല്ലുന്നു, എന്തിനാ അല്ലാഹു ചൊല്ലുന്നു, മൻ ജാഅ ബിൽ ഹസനതി ഫലഹു അശ്റു അംസാലിഹ. ഒരാൾ ഒരു നല്ലതാക്കിയിട്ടായിട്ട് ഖിയാമത്ത് നാളോ ബണ്ടേൻ കണ്ടെങ്കിൽ അവൻ നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനക്ക് അതിലെ 10 അതുപോലത്തെ 10 ഉണ്ട്. ഔ അസിയതു, അതിനേക്കാളേറെ 10 ചെന്നിട്ട് അല്ല നിർത്തിട്ടില്ല. അതിനെട്ടി 6 700 1000 കല്യാണം. അതങ്ങനെ നീയത്ത് ഇഖ്ലാസ് അനുസരിച്ചിട്ട് വ്യത്യാസമുണ്ട്. അപ്പൊ എല്ലാവരും നിസ്കാരത്തും ഒരുപോലത്തെ പ്രതിഫലമല്ല. എല്ലാവരും അത് ഈമാൻ അനുസരിച്ചിട്ട് വ്യത്യാസമുണ്ട്. ഇപ്പൊ സ്വഹാബാക്കൾ എത്ര ഇബാദത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വഹാബാക്കളെ പോയിട്ട് ആ സ്ഥാനത്ത് ബിൽക്കൂൽ സാധ്യമല്ല. അത് ഒരാൾക്കും സാധ്യമാവത്തുന്ന. കാരണം അങ്ങനെ ഈമാന്റെ പവർ അത്ര. കാരണം അത് ഈമാൻ നബി തങ്ങളെ നേരെ കണ്ടിട്ടുള്ള ഈമാനായിട്ട് അള്ളാഹു അങ്ങനെയൊക്കെ വറക്കത്ത് കൊണ്ട് ഞങ്ങളെ ആഖിറത്തിലും ദുനിയാവിലും അള്ളാഹു വിജയിപ്പിക്കട്ടെ. ആമീൻ. അപ്പൊ അതാ ചെന്നത്. അത് ഈമാനും ഇഖ്ലാസ് അനുസരിച്ചിട്ട് കിട്ടുന്ന പ്രതിഫലം എന്താവും? ഏറെക്കുറടിക്കും. ഒന്നും കൂടി ഞാൻ എനിക്ക് സുലഭത്ത് മനസ്സിലാവച്ചല്ലേ. ഒരാൾ നിസ്കരിച്ചിട്ട് വെക്കാം, ഉനക്ക് 10 കിലോ പന്തര കൊടുത്തു വെക്കാം, അല്ലെ ഒരു 10 കിലോ ഇരുമ്പ്. പിന്നെ ഒരാൾക്ക് അയാളെ നിസ്കാരത്ത് 10 കിലോ വെള്ളി. പിന്നെ ഒരാൾ നിസ്കരിച്ചിട്ട് അയാളെ നിസ്കാരത്ത് 10 കിലോ ബംഗാറ്. ഇപ്പൊ 10 എന്നുള്ളത് സെയിമെങ്കിലും ക്വാളിറ്റിയിൽ ഏറെക്കുറടി ഉണ്ട്. ചില പക്കത്തിൽ അങ്ങനെ ഇതിക്ക് ഇത്ര ദറജ എന്നുള്ള പ്രതിഫലം. പക്ഷെ ആ കിട്ടുന്ന ക്വാളിറ്റി ഒരുപോലെ ആവലെ വ്യത്യാസിക്കൊണ്ടുള്ള. അപ്പൊ അത് 10 നിൽക്കില്ല എന്നുള്ളത്. അത് ഒമൻ ജാഅ ബിസ്സയ്യിഅതി, ഒരാൾ തെറ്റായ കാര്യങ്ങൾ ചെയ്താൽ ഫജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തുൻ മിസ്ലഹാ ഔ അഗ്ഫിർ, തെറ്റായ കാര്യങ്ങൾ ചെയ്തെങ്കിൽ അതേപോലത്തെ അതൊക്കെ കണക്കായിട്ടുള്ള ശിക്ഷ കൊടുക്കരുത്. ഒരു തപ്പുക്ക് 10 ശിക്ഷ കൊടുക്കില്ല. ഔ അഗ്ഫിർ,
അല്ലെങ്കിൽ ഞാനത് പുറത്തു കൊടുക്കുക. അവൻ തഖറബ മിന്നി ഷിബ്റൻ, നന്റെ മുട്ട ഒരു ഷിബ്ർ അടുത്തെങ്കിൽ, ഒരു ഷിബ്ർ ചൊന്നെങ്കിൽ ഈ ബെരലിടെ ഈ ബെരൽ കയറ്റിക്കിട്ട് ഒരു ഷിബ്ർ ചൊല്ലേ ഇത്തര അടുത്തെങ്കിൽ തഖറബ്തു മിൻഹു ദിറാഅൻ, ഒരു മുളം നാണ് മുട്ട അവിടെ. ഒരു മുളം ചെന്നെങ്കിൽ ഈ ചെറിയ ബെരലിടെ പിടിച്ചിട്ടും കൈ മുട്ടത്തോറും ഇത് ദിറാ. അപ്പൊ നന്റെ മുട്ട ഒരു ഷിബ്ർ വർത്ത മുട്ടായെങ്കിൽ ഞാൻ ഒരു ദിറാ മുട്ട അവിടെ. ഓನು ഇബാദത്ത് കൊണ്ട് ഇത്തര മുട്ടാകുമ്പോൾ നന്റെ റഹ്മത്ത് കൊണ്ട് ഞാൻ അവന്റെ മുട്ട ഇത്തര മുട്ട അവിടെ. ഒമൻ തഖറബ മിന്നി ദിറാഅൻ, ഒരു ദിറാ വർത്ത മുട്ടായെങ്കിൽ നന്റെ മുട്ട ഒരു ദിറാ, തഖറബ്തു മിൻഹു ബാഅൻ, ನಾನು ಅವನ ಮುಟ್ಟು ഒരു ഭാഗം ചെന്നെങ്കിൽ രണ്ട് കൈയുടെ ഇങ്ങനെ നീട്ടിയെങ്കിൽ എത്ര അകലമുണ്ടോ അത്ര മുട്ട അവിടെ. ഒമൻ അതാനി യംഷി അതൈതുഹു അർവല, നന്റെ മുട്ട നടന്നുകൊണ്ടിർത്ത ಬಂದೆങ്കിൽ ನಾನಪರ ಓಡಿ എത്ര, അതായത് ഓൻ എത്ര ഇബാദത്ത് കൊണ്ട് അടുക്കറാണ് അത്ര ഞാൻ അവനക്ക് റഹ്മത്ത് ചെയ്യാന്ന്. ഒമൻ ലഖിയനി ബി ഖുറാബിൽ അർളി ഖതിഅതൻ ലാ യുശ്രികു ബി ഷൈഅൻ, ഭൂമി നിറച്ച് തപ്പാക്കി അത്ര ദോഷാക്കിയിട്ട് ഓർത്ത ബന്ന, പക്ഷേ അവന്റെ കൽവിൽ ശിർക്കും ചൊല്ലതില്ല. അതായത് അള്ളാഹു അല്ലാത്ത ഒന്നുക്ക് അള്ളാഹു എന്നൊരു പദവി അവൻ വെച്ച് കൊടുത്തിട്ടില്ല. അതാ ശിർക്ക് ചെന്നെങ്കിൽ അള്ളാഹു അല്ലാത്ത ഒന്നിനെ അള്ളാഹു ആയിട്ട് വിശ്വസിക്കുക എന്നുള്ളത്. ഞങ്ങൾ ആരെയും അള്ളാഹു അല്ലാത്ത ഒന്നിനെ പടച്ചോണിട്ടെന്ന് വിശ്വസിക്കില്ല. വിശ്വസിക്കണം തീരാതെ വിശ്വസിച്ചാൽ തന്നെ ഈമാനില്ല. ശിർക്ക് ചെയ്താണ് പിന്നെ മുസ്ലിം ആവണം, പിന്നെ അത് മുശ്രിക്കല്ലേ. മുശ്രിക്ക് പിന്നെ അവനക്ക് പിന്നെ സലാം ചൊല്ലിട്ടുണ്ട്. ഇപ്പൊ സലഫികളൊരു സിർക്കുണ്ട്, അത് ചെയ്തവനും മുശ്രിക്കാവില്ല. അങ്ങനത്തെ ഒരു സിർക്ക് ദുനിയാവില്ലേ. എന്താണെന്നെങ്കിലും സലഫിങ്ങൾ സുന്നികളെ സംബന്ധിച്ചുള്ളത് അങ്ങ് മൗലൂദ് ഓതിയെങ്കിൽ സിർക്ക്, കുത്തുബത്തെടുത്തത് സിർക്ക്, അങ്ങനത്തെ കൂലിടിങ്ങ കൂട്ടുകാറ്, അങ്ങക്ക് ഇങ്ങ സലാം ചൊല്ലാറ്, അങ്ങ് സലാം ചൊന്നിട്ടില്ലാണ്ട് ഇങ്ങ ഗലട്ടാക്കിടാറ്, അങ്ങ് മയ്യത്ത് നിസ്കരിക്ക് കൂട്ടിട്ടില്ലാണ്ട് ഗലട്ടാക്കിടാറ്. എന്നാൽ പിന്നെ നിങ്ങൾ സിർക്കിയത് മുസ്ലിക്ക് സലാം ചൊല്ലില്ലല്ലേ. അപ്പൊ നിങ്ങൾ സിർക്കും ചൊല്ലൊരു സിർക്ക്, ഇസ്ലാം പരിപാടിയൊരു സിർക്കുണ്ട്. ആ സിർക്കല്ലേ നിങ്ങളെ സിർക്ക്. അപ്പൊ അങ്ങ തൗഹീദ് പടിപ്പാട്ട് പോയിട്ടായിട്ട് സിർക്ക് പടിപ്പാട്ട് പോയിട്ടിട്ട് ഇപ്പൊ അങ്ങലയുടെ സിർക്കാറ് തൗഹീദ് ചെയ്ത് എല്ലാം ചിന്നിച്ചിതറി 8 ഒലിമ്പവും തൗഹീദായിട്ടുള്ള കാലഘട്ടം. ഇപ്പൊ സലഫികൾ തന്നെ 8 വിഭാഗം. ഇത് 4 മദ്ഹബ് പോലെയല്ല, അത് മസാലയിൽ മാത്രമേ ഉള്ളൂ. അല്ലെ സംഘടനയായിട്ടുള്ള തർക്കങ്ങളൊക്കെ ഉണ്ട്. അതേ സമയത്ത് ഈമാന്റെ വിഷയത്തിൽ 8 പാർട്ടി ഒരു കാലഘട്ടത്തും ഉണ്ടായിട്ടില്ല. അതിങ്ങനെയിൽ മാത്രമേ. അപ്പൊ അതെന്തിനാ ചൊല്ലുന്നെങ്കിൽ അങ്ങ ശിർക്കും ചൊല്ലത് പടിപ്പാട്ട് പോയിട്ട് ആ ശിർക്ക് എന്തേ എന്ന് മനസ്സിലാക്കാണ്ട് തൗഹീദ് മനസ്സിലാക്കാണ്ട് ഇപ്പോ എന്തായിട്ട് തൗഹീദിൽ തന്നെ 8 വിഭാഗത്തെ തൗഹീദാണ്. ലോകത്ത് അങ്ങനെ 6 മുസ്ലിമീങ്ങളായിട്ടില്ല. ഒരു ഇമാമിങ്ങളുടെ തൗഹീദ് വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. അല്ല ഏക അഭിപ്രായമായിട്ടില്ല. ഈമാനിലും തൗഹീദിലും അഭിപ്രായ വ്യത്യാസമില്ല. അഭിപ്രായ വ്യത്യാസം മസ്അലലിക്കും അല്ലെങ്കിൽ സംഘടനാപരമായിട്ടും ഭിന്നിക്കൂലമാക്കലിക്കും. തൗഹീദ് വിഷയത്തിൽ ഇന്ത്യത്തോളായിട്ടില്ല. ഈമാന്റെ വിഷയത്തിൽ ലോകത്തൊരു ഇമാമിങ്ങളുടെ ഒന്നും ആയിട്ടില്ല. അതിങ്ങ മാത്രമായിട്ടില്ല. അതാ ശിർക്ക് ചൊന്നെങ്കിൽ അള്ളാഹു അല്ലാത്ത ഒന്നിനെ പടച്ചോൺ എന്ന് വിശ്വസിക്കുക എന്നായിട്ടിരിക്കുക. അപ്പൊ പടച്ചോൺ എപ്പോ അവിടെ എനിക്കെങ്കിൽ ഒരാൾ മരിച്ചൽ പിന്നെ സഹായാക്കിത്ത് എന്നത് കൊണ്ട് അത് ശിർക്ക് അയാളെ പടച്ചോണാക്കൽ എന്തോ ആവില്ലേ. ആരും ഞങ്ങൾ മൊയ്യദ്ദീൻ ഷേഖിനെ പടച്ചോണോട്ട് വിശ്വസിക്കില്ലേ, ബദരീങ്ങളെ പടച്ചോണോട്ട് വിശ്വസിക്കില്ലേ. അങ്ങക്ക് മനുഷ്യന്മാർ തന്നെ ഏറ്റിക്കില്ലേ. മലക്കുങ്ങോ അള്ളാഹുടെ സൃഷ്ടികൾ തന്നെ, ജിന്നുങ്ങോ അള്ളാഹുടെ സൃഷ്ടികൾ തന്നെ. ഇപ്പൊ സഹായം മനുഷ്യന്മാർ ഹയാത്ത് നിങ്ങളിട്ടും കേൾക്കുന്നത്, മരിച്ചങ്ങളിട്ട് കേൾക്കുന്നത്, ജന്നും ഒരുപോലെ എന്നായിട്ടിരിക്കുന്നത്. അതിനിടയിൽ നമുക്കെന്തൊരു വ്യത്യാസമില്ല. ഹയാത്ത് നിങ്ങളിട്ട് കാണുന്ന കേൾക്കുമ്പോൾ എന്ത് വിശ്വാസമാണോ ഉള്ളത് അതേ വിശ്വാസം തന്നെ ഏറ്റിക്കുന്നത് മരിച്ചങ്ങളിട്ട്. ഹയാത്ത് നിങ്ങൾ നേരിൽ കാണും, മരിച്ചങ്ങളെ നമുക്ക് നേരിൽ കാണില്ല. ഈ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു ഭൂമി നിറോച്ചോർത്തത്വ ഒറ്റായി കാര്യങ്ങൾ ചെയ്ത് ശിർക്ക് വെക്കാണ്ട് എന്താ ശരിയായ ഈമാനവനുണ്ടെങ്കിൽ ലഖീതുഹു ബിമിസ്ലിഹാ മഗ്ഫിറതൻ, അവൻ എത്ര ദോഷാക്കിയിട്ട് വന്നിട്ടാണ് അത്രമേ മഗ്ഫിറത്തുമായിട്ട് ഞാൻ അവൻ്റെ എതിർലില്ല. മുസ്ലിം. അപ്പൊ അള്ളാഹു തആല റഹ്മത്ത് ചെയ്തവൻ, അടിമകളൊട്ടി വല്ലാത്ത കൃപ കാട്ടവൻ എന്നർത്ഥം. മാനൽ ഹദീസ് എന്നാ ഈ ഹദീസിലെ ചില വിശദീകരണങ്ങൾ കൊടുക്കുക. മൻ തഖറബ എന്നതിനർത്ഥം ഇലയ്യ ബിത്വാഹത്തി, നക്ക് ഇബാദത്ത് ചെയ്ത് എൻ്റെ കൊല്ലവർത്തം സാമീപ്യമായെങ്കിൽ എൻ്റെ മുട്ടായെങ്കിൽ. തഖറബ്തു എന്നതിനർത്ഥം ഇലൈഹി ബി റഹ്മത്തി, എൻ്റെ റഹ്മത്ത് കൊണ്ട് ഞാൻ
അവൻ്റെ മുട്ട അവിടെ. അപ്പൊ അള്ളാഹുടെ അടുക്കണെന്ന് ചെന്നെങ്കിൽ ഇബാദത്ത് ചെയ്യല എന്നർത്ഥം. അള്ളാഹു ഈ പറഞ്ഞ മുട്ട അവിടെ ചെന്നതിനർത്ഥം അള്ളാഹു കൂടുതൽ റഹ്മത്ത് ചെയ്യല എന്നർത്ഥം. വൈൻസാദ സിത്തു, അവൻ എത്ര ഇബാദത്ത് ചെയ്താനോ അത്ര അപ്പുറം നാണ് മുന്നോട്ട് പോണ്ടത്. ഫൈനാത്താനി യംഷി എന്നതിനർത്ഥം എനിക്ക് ഇബാദത്ത് ചെയ്തതിൽ കൂടുതൽ ഉത്സാഹിച്ച് ചെയ്തെങ്കിൽ അതൈത്തു അറുവല സബബ്തു അലൈഹി റഹ്മത്ത്, റഹ്മത്തിന് പിന്നെ ഞാൻ ചൊരിച്ചു കൊടുക്കണം എൻ്റെ അർത്ഥം. സബക്തു ബി, അവനെ മുന്നുള്ള ഞാൻ എത്ര ഇബാദത്ത് ചെയ്താണ് അതിനായിട്ട് ഒരുപടി മുന്നല്ലേ നാണ്. വലം ഉഹ്വിജു ഇലൽ മശീഇൽ കസീരി ഫിൽ ഉസൂലിൽ മഖ്സൂദ്, അവൻ ഉദ്ദേശിച്ച ജാഗീരത്തൊക്കെ ചുമ അവനെ ഞാൻ കഷ്ടപ്പെടുത്തില്ല. അപ്പം ഞാൻ ഒരാൾക്ക് എന്തെങ്കിലും കൊടുക്കുന്നുണ്ട്, അപ്പോൾ അവൻ്റെ ചെന്ന് ഇന്ന പ്ലേസ് പണ നീ പറ ഞാൻ ബണ്ട പറ പാതി തീർക്കുന്നുണ്ട്. അപ്പോൾ അവന് എത്ര എൻ്റെ മുന്നോട്ട് അവൻ ഞാൻ ചെന്നെതിരെക്കാളും എന്താ പറയുക അവൻ്റെ സ്പീഡിൽ ഞാൻ അവന് കാലംശം നടക്കും, ഞാൻ മുക്കാലംശം അവനെ മുട്ടെത്ര. അപ്പോൾ ഈ ഒരു അർത്ഥത്തിലായിരിക്കുന്നത് എന്നർത്ഥം. ഖുറാബുൽ അർളി, ഹദീസിൽ ഖുറാബുൽ അർളി എന്ന പദം ഉപയോഗമാക്കിയിട്ട് ബിളമ്മിൽ കാഫി ഒയ്ക്കാലു ബി കസ്രിയ, ഖുറാബു കിറാബും ചൊല്ലു ജന്നും വായിക്ക വല്ലമ്മു അസഹു, ഖുറാബും വായിക്കലായിട്ടിക്കട് ശരിയ നല്ല ഇത് അഷ്വറു ആനായിട്ടിക്കട് അറബി വാക്കിൽ പ്രസിദ്ധവും സഹിയും ഖുറാബും വായിക്കല. ഒമാന മായുക്കാറബു മിൽ അഹ, അതിനർത്ഥം മായുക്കാറബു മിൽ അഹ നുറച്ചാവുക്ക് മുട്ടായിട്ടുണ്ട്. അപ്പോൾ ഭൂമി നുറവ് ചേർത്ത് ദോസാക്കിയെങ്കിൽ ഞാൻ അത്രമേ മഗ്ഫിറത്തുമായിട്ട് മുട്ട അവിടെ എന്നർത്ഥം. അവിടെ ചൊന്തല്ലേ മൻ ലഖിയനി ബി ഖുറാബിൽ അർളി എന്ന്. അല്ലാഹു അഅലം. അപ്പോൾ ഹദീസിലൊന്ന് വിശദീകരിച്ചതായിട്ട് ഈയൊരു ഹദീസ് ഇതേപോലത്തെ ഉണ്ട്, ചെറിയ ഹദീസായിട്ട് 414. വൻ ജാബിറിൻ റളിയല്ലാഹു അൻഹു ഖാല, ജാബിർ റളിയല്ലാഹു അൻഹു ചൊല്ല് ജാ അഅറാബിൻ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അറാബിയായ ഒരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുട്ടത്. അറാബി എന്നെങ്കിൽ തെല്ല മനുഷ്യന്മാരിൽ നിന്ന് വേർപെട്ട് തെല്ല ഉൾപ്രദേശങ്ങളിലെല്ലാം ജീവിക്കുന്ന ആൾ എന്നർത്ഥം. കൂട്ടത്തിൽ ഹള്ളിയിൽ ഒരു സിറ്റിയിലെല്ലാം ഇങ്ങനെ കൂടി ജീവിക്കുന്ന ആളാണ്. ഫഖാൽ എന്നിട്ട് വന്ന് യാ റസൂൽ അല്ലാഹ്, അള്ളാന്റെ റസൂലെ മൽ മൂജിബത്താനി, ജണ്ട് മൂജിബത്തിയത്, ജണ്ട് നിർബന്ധമാക്കുന്നത് ഏത്, ജണ്ട് മൂജിബത്തിയത് എന്ത് കേട്ടത്. അപ്പൊ നബി തങ്ങ ചെന്ന് ഫഖാലത മാത ലാ യുശ്രികു ബില്ലാഹി ശൈഅൻ ദഖലൽ ജന്ന, ഒരുത്തൻ മരിച്ച അവന്റെ കൽബിൽ ഒരു ശിർക്കുമില്ല എന്നാ അവൻ സ്വർഗത്തെ പ്രവേശിക്കുക. അപ്പൊ സ്വർഗത്തേക്ക് അവനെ നിർബന്ധമാക്കുക, മുജിബ് എന്നെങ്കിൽ നിർബന്ധമാക്കുന്നത്. അപ്പൊ സ്വർഗത്തേക്ക് നിർബന്ധമാക്കുന്നത് ഒന്ന് യഥാർത്ഥ ഈമാനായിട്ടിക്കിടും. ഒമമാത്ത യുശ്രിക് ബിഹി ഷൈഅൻ, ഒരുത്തൻ മരിച്ച അങ്ങനെ അള്ളാഹുടെ കൊണ്ട് ശിർക്ക് വെച്ചിട്ട് ദഖലൻ നാറ, അവൻ നരകത്തേക്കും പ്രവേശിക്കണം. റവാഹു മുസ്ലിം. അപ്പൊ നരകത്തെ നിർബന്ധമാക്കുന്നത് അവന്റെ വിശ്വാസമായിട്ട്, അവന്റെ കൽബിൽ ഈമാനില്ല, ശിർക്ക് തിന്നെങ്കിൽ. കൽബിൽ ഈമാൻ ഉണ്ടെന്നുണ്ടെങ്കിലോ അവൻ സ്വർഗത്തും പ്രവേശിക്കണം. അപ്പൊ അള്ളാഹുടെ റഹ്മത്തിനെ തൊട്ട് ആശ മുറിയണ്ട എന്നായിട്ടിട്ട് ഈ ബാബിൽ ഈ ഹദീസുകൾക്ക് കൊണ്ടുവന്നത്. അള്ളാഹു അവന്റെ റഹ്മത്ത് കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ അള്ളാഹു വിജയികളിൽ പെടുത്തട്ടെ. കാതോർത്ത് എല്ലാവർക്കും അള്ളാഹു സന്തോഷം നൽകട്ടെ. ദുആ വസിയത്തോടു കൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.